നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ കിഴക്കൻ മേഖലയിലുണ്ടായ കൊൽറ്റൻ ഖനിയിലുണ്ടായ അതിശക്തമായ ഉരുൾപൊട്ടലിൽ 200ഓളം പേർ കൊല്ലപ്പെട്ടതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയാണ് ഉള്ളതെന്നും സൂചനകൾ. M23 എന്ന സായുധ വിമത ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള നോർത്ത് കിവു പ്രവിശ്യയിലെ റുബായ ഖനന മേഖലയിലാണ് ദാരുണമായ അപകടം സംഭവിച്ചത്. ആശയവിനിമയ സംവിധാനങ്ങളുടെ തകരാറും പ്രദേശത്തെ സുരക്ഷാ പ്രശ്നങ്ങളും കാരണം രക്ഷാപ്രവർത്തനം കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നതെന്നും വാർത്താ ഏജൻസിയായ AFP അടക്കം റിപ്പോർട്ട് ചെയ്തു. ബുധനാഴ്ച ഉച്ചയോടെയാണ് ഒരു മലനിരയുടെ ഭാഗം ഇടിഞ്ഞു വീണ് ഖനിത്തൊഴിലാളികളും അവശിഷ്ടങ്ങൾ ശേഖരിക്കുന്നവരും മണ്ണിനടിയിലായത്. വ്യാഴാഴ്ച രാവിലെ രണ്ടാമതും ഉരുൾപൊട്ടലുണ്ടായതോടെ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചു. വിമതർ നിയമിച്ച പ്രാദേശിക അധികൃതർ നൽകുന്ന വിവരമനുസരിച്ച് മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നതോടെ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. ദുരന്തബാധിത പ്രദേശത്തു നിന്നുള്ള വിവരങ്ങൾ പുറത്തെത്താൻ വലിയ താമസം നേരിടുന്നുണ്ട്. മേഖലയിലെ ഫോൺ നെറ്റ്വർക്കുകൾ ദിവസങ്ങളായി തകരാറിലായതും വിമതർ പ്രദേശം പിടിച്ചടക്കിയപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരും സാമൂഹിക പ്രവർത്തകരും പലായനം ചെയ്തതും സ്ഥിതിഗതികൾ വഷളാക്കി. അപകട വിവരങ്ങൾ ബൈക്ക് യാത്രക്കാരായ സന്ദേശവാഹകർ വഴിയാണ് അധികൃതർക്ക് ലഭിക്കുന്നത്. കുറേശ്ശെ മാത്രമാണ് വിവരങ്ങൾ ലഭിക്കുന്നതെന്നും അതിനാൽ ഇരകളുടെ കൃത്യമായ എണ്ണം സ്ഥിരീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്നും മാനുഷിക സഹായ ഏജൻസികൾ വ്യക്തമാക്കി. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് അത്യാവശ്യമായ കൊൽറ്റൻ എന്ന ധാതുവിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ഉറവിടങ്ങളിലൊന്നാണ് റുബായ ഖനി. ആഗോള കൊൽറ്റൻ വിതരണത്തിന്റെ 15 മുതൽ 30% വരെ ഇവിടെ നിന്നാണ് ലഭിക്കുന്നത്. ഈ ഖനിയുടെ നിയന്ത്രണം M23 വിമതർക്ക് വലിയ സാമ്പത്തിക ലാഭമാണ് നൽകുന്നത്. ഖനനത്തിന് നികുതി ചുമത്തുന്നതിലൂടെ പ്രതിമാസം ലക്ഷക്കണക്കിന് ഡോളറാണ് ഇവർ സമ്പാദിക്കുന്നത്. കിഴക്കൻ കോങ്കോയിലെ ധാതു സമ്പത്ത് ഇവിടുത്തെ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകമാണ്. M23 വിമതർക്ക് അയൽരാജ്യമായ റുവാണ്ട സൈനിക സഹായം നൽകുന്നുണ്ടെന്നും ഐക്യരാഷ്ട്രസഭ നേരത്തെ ആരോപിച്ചിരുന്നു. എന്നാൽ റുവാണ്ട ഇത് നിഷേധിക്കുകയാണ് പതിവ്. വിമതരുടെ അനധികൃത ഖനനവും സംഘടിത കൊള്ളയുമാണ് ഇത്തരമൊരു ദുരന്തത്തിന് കാരണമെന്നും കോങ്കോ സർക്കാർ കുറ്റപ്പെടുത്തി. ഖനിത്തൊഴിലാളികൾ ജോലി ചെയ്യുന്ന മോശം സാഹചര്യങ്ങൾ അന്താരാഷ്ട്ര സമൂഹം തിരിച്ചറിയണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. ദശകങ്ങളായി തുടരുന്ന ആഭ്യന്തര യുദ്ധം കാരണം 70 ലക്ഷത്തിലധികം ആളുകളാണ് ഈ മേഖലയിൽ ഭവനരഹിതരായത്. വിമതർ നിയമിച്ച നോർത്ത് കിവു ഗവർണർ സ്ഥലത്ത് കരകൗശല ഖനനം താൽക്കാലികമായി നിർത്തിവെക്കുകയും ഖനിക്ക് സമീപം ഷെൽട്ടറുകൾ നിർമ്മിച്ചിരിക്കുന്ന താമസക്കാരെ മാറ്റിപ്പാർപ്പിക്കാൻ ഉത്തരവിടുകയും ചെയ്തതായി വക്താവ് കൂട്ടിച്ചേർത്തു. എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു പ്രസ്താവനയിൽ കോങ്കോളിയൻ സർക്കാർ ഇരകളുടെ കുടുംബങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും വിമതർ പ്രദേശത്തിന്റെ പ്രകൃതി വിഭവങ്ങൾ നിയമവിരുദ്ധമായും അപകടകരമായും ചൂഷണം ചെയ്യുന്നുവെന്നും ആരോപിക്കുകയും ചെയ്തു. കിഴക്കൻ കോങ്കോയിലാണ് റുബായ സ്ഥിതി ചെയ്യുന്നത്. പതിറ്റാണ്ടുകളായി സർക്കാർ സേനയും റുവാണ്ട പിന്തുണയുള്ള M23 ഉൾപ്പെടെയുള്ള നിരവധി സായുധ ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്ന അക്രമത്താൽ നശിപ്പിക്കപ്പെട്ട ധാതു സമ്പന്നമായ പ്രദേശമാണിത്. ഈ ഗ്രൂപ്പിന്റെ സമീപകാല പുനരുജ്ജീവനം സംഘർഷം കൂടുതൽ വഷളാക്കുകയും ഇതിനകം തന്നെ ഗുരുതരമായ മാനുഷിക പ്രതിസന്ധിയെ കൂടുതൽ ആഴത്തിലാക്കുകയും ചെയ്തു. സ്മാർട്ട് ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, വിമാന എഞ്ചിനുകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ടാൻജലം അടങ്ങിയ കറുത്ത ലോഹ അയിരായ കോൾട്ടന്റെ ഒരു പ്രധാന ആഗോള വിതരണക്കാരാണ് കോങ്കോ. US ജിയോളജിക്കൽ സർവേയുടെ കണക്കനുസരിച്ച് 2023 ആഗോള കോൾട്ടാൻ ഉൽപാദനത്തിന്റെ ഏകദേശം 40% ഈ രാജ്യത്തിനായിരുന്നു. മറ്റു മുൻനിര ഉൽപാദകരിൽ ഓസ്ട്രേലിയ, കാനഡ, ബ്രസീൽ എന്നിവ ഉൾപ്പെടുന്നു. ലോകത്തിലെ ടാൻജലം വിതരണത്തിന്റെ 15%-ലധികവും റുബായയുടെ ഖനികളിൽ നിന്നാണ്. 2024 മെയ് മാസത്തിൽ M23 പട്ടണവും അതിലെ ഖനികളും പിടിച്ചെടുത്തു. അതിനുശേഷം സംഘം കോൾട്ടന്റെ വ്യാപാരത്തിനും ഗതാഗതത്തിനും നികുതി ചുമത്തിയതായും പ്രതിമാസം കുറഞ്ഞത് കോടികളുടെ വരുമാനം നേടിയതായും ഐക്യരാഷ്ട്രസഭയുടെ ഒരു റിപ്പോർട്ട് പറയുന്നു. കിഴക്കൻ കോങ്കോ പതിറ്റാണ്ടുകളായി ആവർത്തിച്ചുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു വരികയാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മാനുഷിക അടിയന്തരാവസ്ഥകളിൽ ഒന്നിലേക്ക് നയിച്ചു. കഴിഞ്ഞ വർഷം ഡിസംബർ മുതൽ വീടുകൾ വിട്ട് പലായനം ചെയ്ത 3 ലക്ഷത്തിലധികം പേർ ഉൾപ്പെടെ 7 ദശലക്ഷത്തിലധികം ആളുകൾ പലായനം ചെയ്തു.
ചെയ്തു. കോങ്കോ റുവാണ്ടൻ സർക്കാരുകൾ തമ്മിൽ US മധ്യസ്ഥതയിൽ ഒരു കരാർ ഉണ്ടാക്കുകയും വിമതരുമായി ചർച്ചകൾ തുടരുകയും ചെയ്തിട്ടും നിരവധി മുന്നണികളിൽ പോരാട്ടം തുടരുകയും സിവിലിയൻ സൈനിക നാശനഷ്ടങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. നിർണായക ധാതുക്കളിലേക്ക് US സർക്കാരിനും അമേരിക്കൻ കമ്പനികൾക്കും കൂടുതൽ പ്രവേശനം ഈ കരാർ നൽകുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അനധികൃത ഖനനം അനുവദിച്ചുകൊണ്ട് സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാക്കുകയാണെന്നും ആരോപിച്ചും കോങ്കോ അധികൃതർ മരണങ്ങൾക്ക് വിമതരെ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ വർഷം പ്രദേശത്ത് ഖനനം നിരോധിച്ചിരുന്നുവെന്ന് അവർ പറഞ്ഞു. അപ്പോഴേക്ക് വിമതർ ഖനികളുടെ നിയന്ത്രണം പിടിച്ചെടുത്തിരുന്നു. വർഷങ്ങളായി DR കോങ്കോയിൽ സമാനമായ നിരവധി ഖനി തകർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. സർക്കാർ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലും ഇതിൽ ഉൾപ്പെടുന്നു. ഖനന സ്ഥാപനത്തിൽ ഔദ്യോഗികമായി ജോലി ചെയ്യാത്ത സ്ത്രീകളും കുട്ടികളും കരകൗശല ഖനി തൊഴിലാളികളും തകർച്ചയിൽ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. രക്ഷപ്പെട്ട 20ഓളം പേർ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് പറയപ്പെടുന്നു. ലോകത്തിലെ കോൾട്ടൺ വിതരണത്തിന്റെ ഏകദേശം 15% DR കോങ്കോയുടെ മൊത്തം നിക്ഷേപത്തിന്റെ പകുതി റുബയിലെ ഖനികളിലാണ്. ലോഹ അയിരിൽ ടാൻറ്റലം അടങ്ങിയിട്ടുണ്ട്. ഇത് വിവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഉയർന്ന പ്രകടനമുള്ള കപ്പാസിറ്ററുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഇത് ലോകമെമ്പാടും ഉയർന്ന ഡിമാൻഡിന് കാരണമാകുന്നു. 2025 ജൂലൈയിൽ ഒരു BBC സംഘം ഈ സ്ഥലം സന്ദർശിച്ചപ്പോൾ വിലയേറിയ ധാതു വേർതിരിച്ചെടുക്കുന്നതിനായി ഖനിത്തൊഴിലാളികൾ സ്വമേധയാ കുഴിക്കുന്നത് അവർ നിരീക്ഷിച്ചു. സ്ഥലത്തെ സ്ഥിതി വളരെ മോശമാണ്. അതിൻ്റെ വിശാലമായ വിസ്തൃതമായ അപകടകരമായ കുഴികൾ നിറഞ്ഞിരിക്കുന്ന ഏരിയയാണ്. 2024 മുതൽ M23 വിമതരാണ് ഖനികളുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. സ്വന്തം നേട്ടത്തിനായി ഖനന മേഖലയ്ക്ക് മേൽ നികുതി ചുമത്തുന്ന സംഘമാണിതെന്നും ഐക്യരാഷ്ട്രസഭ ആരോപിച്ചു. അതായത് നിലവിൽ ഇത്തരത്തിൽ സുരക്ഷിതമായിട്ടുള്ള ഖനന പ്രവർത്തനങ്ങളല്ല അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വലിയ ഉരുൾപൊട്ടലുകൾ അവിടെ സംഭവിക്കുന്നതും 200ഓളം ആളുകളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഇനിയും ഭൂമിക്കടിയിൽ നിരവധി ആളുകളാണ് കുടുങ്ങിക്കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുമുണ്ടെന്നാണ് അധികൃതർ അറിയിക്കുന്നത്.